ബ്രിട്ടീഷുകാർ കൈയടക്കിയ ഭൂമി 224 കൊല്ലത്തിനു ശേഷം ഭൂവുടമകൾക്ക് നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ച് ഉത്തരവിറക്കി. മലപ്പുറം ഏറനാടിലെ 36.49 ഏക്കർ സത്രം ഭൂമിയാണ് ഉടമകൾക്ക് തിരികെ നൽകാൻ സർക്കാർ ഉത്തരവിട്ടത്. പഴശ്ശിരാജയുമായി ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത മഞ്ചേരി അത്തൻകുട്ടി കുരിക്കളുടേതാണ് ഈ ഭൂമി. വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. ഗിരീഷ്, ഗുഡ് മോർണിംഗ്. പറയൂ, വലിയൊരു തീരുമാനമാണല്ലോ ഇത്. ഗുഡ് മോർണിംഗ് എസ്കെൻ. സ്വാതന്ത്ര്യത്തിനൊക്കെ മുമ്പ് സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ഒക്കെ ബന്ധപ്പെട്ട ഒരു കാര്യത്തിലുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. 1800-കളിൽ ഇത്തരത്തിൽ ബ്രിട്ടീഷുകാർ കൈയടക്കി വെച്ചതും പിന്നീട് പാട്ടത്തിന് നൽകിയതുമായ ഭൂമി അതിൻ്റെ യഥാർത്ഥ ഉടമകൾക്ക് തിരികെ നൽകാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മലപ്പുറം ഏറനാടിലെ സത്രം ഭൂമി എന്നറിയപ്പെടുന്ന 36.49 ഏക്കർ ഭൂമിയാണ് ഉടമകൾക്ക് തിരികെ നൽകാൻ ഇപ്പോൾ സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. ബ്രിട്ടീഷ് സർക്കാരിന് തെറ്റുപറ്റി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഉത്തരവുണ്ടായിരിക്കുന്നത്. ഈ ഭൂമി പഴശ്ശിരാജയുമായി ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത മഞ്ചേരി അത്തൻകുട്ടി കുരുക്കളുടേതായിരുന്നു. പിന്നീട് 1800-ൽ ഈ കുരുക്കളെ വധിച്ചതിന് ശേഷം ഈ ഭൂമി ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കുകയായിരുന്നു, ബ്രിട്ടീഷുകാർ കൈയടക്കുകയായിരുന്നു. ഇതിനുശേഷം അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാർ ബ്രിട്ടീഷ് സർക്കാരിനെ സമീപിച്ചെങ്കിലും ഭൂമി പാട്ടത്തിന് നൽകാനാണ് ബ്രിട്ടീഷ് സർക്കാർ തീരുമാനിച്ചത്. അത് സ്വാതന്ത്ര്യത്തിന് ശേഷവും ഈ നടപടി സംസ്ഥാന സർക്കാരുകൾ തുടർന്നു എന്നുള്ളതാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് വ്യക്തമാക്കുന്നത്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാവുന്നതല്ല. ബ്രിട്ടീഷ് സർക്കാർ നടത്തിയ ഭീകരമായ നടപടി സംസ്ഥാന സർക്കാർ പിന്നീട് പിന്തുടർന്നു എന്നും ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ദേശവിരുദ്ധ നടപടിയും തെറ്റിനെയും തിരുത്താനുള്ള അധികാരം ജനാധിപത്യ സർക്കാരിനുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് 224 വർഷത്തിന് ശേഷം ഭൂമി ഉടമകൾക്ക് തിരികെ നൽകാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു വി എ ഗിരീഷ്. ഒരു കാര്യം കൂടി, ഗിരീഷ്, അവിടെ നല്ല മഴ തകർത്ത് പെയ്യുന്നു. ഗിരീഷ് നിൽക്കുന്ന സ്ഥലത്തും നല്ല മഴയുണ്ടെന്ന് പറയുന്നു. എന്താണ് മഴയുടെ അവസ്ഥ തിരുവനന്തപുരത്ത്? എസ്കെൻ, തിരുവനന്തപുരത്ത് രാവിലെ മുതൽ നല്ല മഴയാണ്. ഇടയ്ക്ക് ഒന്ന് മഴ മാറി നിന്നുവെങ്കിലും മഴ ഇപ്പോൾ വീണ്ടും സജീവമായിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ എല്ലാ മേഖലകളും, നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും എല്ലായിടത്തും തന്നെ ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച ചില മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. ഏതായാലും തിരുവനന്തപുരം നഗരത്തിലും അതോടൊപ്പം തന്നെ മറ്റ് താഴ്ന്ന പ്രദേശങ്ങളിലുമൊക്കെ കഴിഞ്ഞ ദിവസം രൂപം കൊണ്ട വെള്ളക്കെട്ട് ഇത് വീണ്ടും ആശങ്കപ്പെടുത്തുന്നുണ്ട്. കാരണം മഴ ഇങ്ങനെ ശക്തമായി നിന്നു കഴിഞ്ഞാൽ വീണ്ടും വെള്ളക്കെട്ടുണ്ടാകാനുള്ള ഒരു സാധ്യത ഇപ്പോൾ ജനങ്ങൾ തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അടിയന്തര നടപടികൾ ഇതുവരെ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഏതായാലും രാവിലെ മുതൽ തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലുമൊക്കെ ശക്തമായ മഴ തന്നെയാണ് ലഭിക്കുന്നത്. ഓക്കെ, താങ്ക് യു വി എ ഗിരീഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.